യാത്രകൾ ഓരോ അനുഭവങ്ങളാണ്. യാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ എത്രയോ നാളുകൾക്ക് മുന്നേ തുടങ്ങിക്കാണും. പഴയ അമ്പലം അതാണോ? ആ, അത് ഏതെങ്കിലും വഴിയാണ് അങ്ങനെ പോവല്ലേ? എത്ര നാൾ പഴക്കമുള്ളതാണോ? ഒരുപാട് പഴക്കമുണ്ട്. അതെയാ? കണ്ടമാനം പഴക്കമുള്ളതാണ്. അതെയാ? ഞാൻ ഇവിടെ വന്നിട്ടാണ് 45 അന്നൊക്കെ അമ്പലമുണ്ട്. അതെയാ? അന്ന് പൂജ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് പൂജയൊക്കെ ഉണ്ടായിരുന്നോ? പൂജ ഇവിടെ എഴുന്നള്ളിപ്പുകൾ, പിന്നെ ഈ തേങ്ങ ഉടക്കല് വയറ്റക്കരന് ശരി. ഈ മറ്റേ 15,000 തേങ്ങ 15,000 തേങ്ങ ഒരു കൊല്ലത്തിന് വയറ്റക്കരന്. അത് ശരി. ഇപ്പൊ 2 പൂജയുണ്ട്. പൂജയുണ്ട് എപ്പോഴും? ഒരേരല്ലോ. അത് ശരി. നല്ല അതെ അല്ലേ? അതെ. ഏതാണ്ട് അമ്പലത്തിന്റെ പേര്? അമ്പലത്തിന്റെ ചേന്നോസ്മന. മറ്റേ കൊടിയാൻ്റെ അമ്പലമല്ല, മലവക അമ്പലം. എന്ത് മലവക ചേനോസ് മന? ഓക്കെ ഓക്കെ. അവര് 7 ഏക്കർ സ്ഥലമാണ്. ഓ അത് ശരി. അപ്പൊ ഈ മന എവിടെയാ? മല പോയി, അവര് വിറ്റിട്ട് പോയി. മല ഏതാ സ്ഥലം കാണണം. അത് ശരി. ആ കാണാൻ ഇതൊരു ചരിത്രയാത്രയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര പരിസരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇന്നത്തെ യാത്ര. ക്ഷേത്ര ചുവരുകളിൽ വട്ടെഴുത്ത് ലിപികൾ കൊത്തിവച്ചിട്ടുള്ളത് കാണാം. ചരിത്രം മറച്ചുവെച്ച ചുവരെഴുത്തുകൾ.
കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് മുമ്പുള്ളതും ഇപ്പോഴുള്ളതുമായ വാസ്തുശാസ്ത്രത്തിൻ്റെ കാലാന്തരങ്ങൾ മുമ്പിലും പിമ്പിലുമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഒരിക്കൽ ആനയും അമ്പാരിയും ഉത്സവ തിരക്കുകളുമൊക്കെ ആയിരുന്ന ഒരു ക്ഷേത്രം, തുടിയാട്ടിൽ മഹാദേവ ക്ഷേത്രം എന്ന പേരിലറിയപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രാങ്കണമാണിത്. നടതുറപ്പ് മഹോത്സവ പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം പാർവതി ക്ഷേത്രം ഇതിനടുത്താണുള്ളത്. ആലുവയ്ക്കും പെരുമ്പാവൂരിനുമിടയിലുള്ള KSRTC റൂട്ടിലാണ് കാട് കയറിയ ഈ പുരാതന ക്ഷേത്രാങ്കണമുള്ളത്. അതുകൊണ്ട് തന്നെ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരിടം. പേരെന്താ? എൻ്റെ പേര് സ്വാമിനാഥൻ. സ്വാമിനാഥൻ.